നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തി. വയനാട് ദുരന്തത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്രം സഹായം ലഭ്യമാക്കാൻ നടപടികൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള നിവേദനവും സമർപ്പിച്ചു. ദില്ലിയിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ രാവിലെയായിരുന്നു കൂടിക്കാഴ്ച. 2000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നതാണ് സംസ്ഥാനത്തിന്റെ പ്രധാന ആവശ്യം. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അടക്കം 12 പേർ രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. 9 BJP അംഗങ്ങളും NDA ഘടകകക്ഷിയായ NCP, രാഷ്ട്രീയ ലോക് മഞ്ച് എന്നിവയിൽ നിന്ന് ഓരോരുത്തരും ഒരു കോൺഗ്രസ് അംഗവുമാണ് രാജ്യസഭയിലേക്ക് എത്തുന്നത്. പ്രകൃതി ദുരന്തത്തെ തുടർന്നുണ്ടായ വയനാട് ജില്ലയിലെ ടൂറിസം രംഗത്തെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനായി വയനാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ ടൂറിസം പങ്കാളികളുടെ യോഗം ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ സാന്നിധ്യത്തിൽ ചേർന്നു. വിവിധ ടൂറിസം സംരംഭകർ, ടൂറിസം സംഘടനകൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. വയനാട് കേന്ദ്രീകരിച്ചുള്ള ടൂറിസം വ്യവസായം പഴയ നിലയിലാക്കാൻ സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇതിനായി സെപ്റ്റംബർ മാസത്തിൽ പ്രത്യേക മാസ് ക്യാമ്പയിൻ ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സർക്കാർ ടെൻഡറിൽ സാമ്പത്തിക മുൻഗണന നൽകുന്ന ഉത്തരവ് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി. സാമ്പത്തിക മുൻഗണന ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരായ ഹർജിയിൽ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ കുടുംബാംഗങ്ങളും ജനപ്രതിനിധികളും ഇന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവരെ കാണും. എത്രയും വേഗം ഡ്രഡ്ജർ കൊണ്ടുവന്ന് തെരച്ചിൽ പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെടാനാണ് സന്ദർശനം. സിനിമാ രംഗത്തെ ലൈംഗികാതിക്രമണം ഉൾപ്പെടെയുള്ള പരാതികൾ അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിക്കാൻ ഇമെയിൽ, ഫോൺ നമ്പറുകൾ സജ്ജീകരിച്ചു. DIG-TV range.pol@kerala.government.in എന്ന വിലാസത്തിലാണ് പരാതികൾ നൽകേണ്ടത്. അന്വേഷണ സംഘത്തിലെ DIG അജിത ബീഗത്തിൻ്റെ ഔദ്യോഗിക ഇമെയിൽ ആണിത്. 0471233047 എന്ന ഫോൺ നമ്പറിലും പരാതികൾ അറിയിക്കാം. സിനിമയിലെ ലൈംഗിക പീഡനാരോപണങ്ങൾ സംബന്ധിച്ച് DGPക്ക് ലഭിച്ച പരാതികളിൽ വെളിപ്പെടുത്തലുകൾ നടത്താത്ത സംഭവങ്ങളുമുണ്ടെന്ന് റിപ്പോർട്ടുകൾ. ഇന്നലെ രാത്രി വരെ 17 പരാതികൾ ലഭിച്ചെന്നും ഓരോ പരാതി അന്വേഷിക്കാനും പ്രത്യേക ടീമിനെ ചുമതലപ്പെടുത്തുമെന്നും SIT തലവൻ IG സ്പർജൻ കുമാർ പറഞ്ഞു. അമ്മ ഭരണസമിതിയിലെ കൂട്ടരാജി ആലോചിച്ചെടുത്ത തീരുമാനമെന്ന് അമ്മ വൈസ് പ്രസിഡന്റായിരുന്ന ജയൻ ചേർത്തല പലവട്ടം മോഹൻലാലുമായി രാജി സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിച്ചു. ധാർമ്മികത കണക്കിലെടുത്താണ് രാജിവെച്ചത്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, തെറ്റ് ചെയ്യാത്തവർ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും അതിനു പിന്നാലെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾക്കും പിന്നാലെ താരസംഘടനയായ അമ്മയിൽ ഇന്നലെ കൂട്ടരാജി വന്നിരുന്നു. പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ള മുഴുവൻ ഭാരവാഹികളും രാജിവെച്ചു. അമ്മയുടെ ഭരണസമിതിയും പിരിച്ചുവിട്ടു. ഇന്നലെ ചേർന്ന ഓൺലൈൻ യോഗത്തിലാണ് ഈ സുപ്രധാനമായ തീരുമാനം കൈക്കൊണ്ടത്. ഓണത്തിന് 2 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ തീരുമാനം. 5 മാസത്തെ കുടിശ്ശികയിൽ 1 ഗഡുവും നടപ്പ് മാസത്തെ പെൻഷനുമാണ് നൽകുന്നത്. വാളയാർ കേസിലെ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ MJ സോജന് IPS നൽകാനുള്ള സർക്കാർ നീക്കത്തിൽ പ്രതിഷേധവുമായി പെൺകുട്ടികളുടെ അമ്മ. കോടതി വിധി വരും മുമ്പേ സർക്കാർ തിരക്കിട്ട് നടത്തുന്ന നീക്കം കോടതിയെയും ഇരയാക്കപ്പെട്ടവരെയും വെല്ലുവിളിക്കുന്നതാണെന്നും വാളയാർ പെൺകുട്ടികളുടെ അമ്മ പ്രതികരിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് മറ്റൊരു കൂറ്റൻ മദർഷിപ്പ് കൂടി എത്തുന്നു. ലോകത്തെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ MSCയുടെ ഏറ്റവും വലിയ കപ്പലുകളിലൊന്നായ ഡൈല എന്ന കണ്ടെയ്നർ കപ്പലാണ് ഈ മാസം 30-ന് വിഴിഞ്ഞം തുറമുഖ ബർത്തിൽ നങ്കൂരമിടുക. 13,988 കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള 51 മീറ്റർ നീളവും 366 മീറ്റർ നീളവുമുള്ള വമ്പൻ കണ്ടെയ്നർ കപ്പലാണ് വിഴിഞ്ഞത്തേക്ക് എത്തുന്നതെന്ന് അധികൃതർ അറിയിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ 1-ാം പ്രതി പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് അടുത്ത മാസം 17-ലേക്ക് മാറ്റി സുപ്രീം കോടതി. വിചാരണ എന്തായി എന്ന് അറിയിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകി. കേസ് 7 കൊല്ലമായോ എന്നും ഇനി എത്ര സാക്ഷികളെ വിസ്തരിക്കണമോ എന്നും അറിയിക്കാനും സുപ്രീം കോടതി നിർദ്ദേശം നൽകി.
സിനിമാ മേഖലയിൽ വനിതകൾ നേരിട്ട ദുരനുഭവങ്ങൾ അന്വേഷിക്കുന്നതിന് രൂപം നൽകിയ പ്രത്യേക അന്വേഷണ സംഘം പോലീസ് ആസ്ഥാനത്ത് യോഗം ചേർന്ന് തുടരന്വേഷണത്തിന് രൂപം നൽകി. സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് അധ്യക്ഷത വഹിച്ചു. പ്രധാനപ്പെട്ട എല്ലാ കേസുകളും മുതിർന്ന വനിതാ ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും. അന്വേഷണ സംഘത്തിൽ കൂടുതൽ വനിതാ ഓഫീസർമാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിനിമാ താരം മുകേഷ്, ജയസൂര്യ, മണിയൻ പിള്ള രാജു, ഇടവേള ബാബു എന്നീ നടന്മാരുൾപ്പെടെ 7 പേർക്കെതിരെ നടി മീനു മുനീർ പരാതി നൽകി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് പരാതി നൽകിയിരിക്കുന്നത്. നടന്മാർ കൂടാതെ 2 പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുകൾക്കും പ്രൊഡ്യൂസറായിരുന്ന അഡ്വക്കേറ്റ് ചന്ദ്രശേഖറിനുമെതിരെയാണ് പരാതി. ഓരോരുത്തർക്കുമെതിരെ പ്രത്യേകം പരാതി മെയിലായി അയക്കുകയായിരുന്നു. സംവിധായകൻ രഞ്ജിത്ത് നിയമ നടപടികളിലേക്ക്. ബംഗാളി നടി ലൈംഗികാതിക്രമ പരാതിയിൽ FIR നിലവിൽ വന്ന സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലാണ് രഞ്ജിത്ത്. പോലീസ് നീക്കം കൂടി നിരീക്ഷിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. നടനും MLA-യുമായ മുകേഷിനെ കൈവിടാതെ CPM. ലൈംഗിക ആരോപണത്തെ തുടർന്ന് മുകേഷ് MLA സ്ഥാനം ഒഴിയണമെന്ന് CPM ഇപ്പോൾ ആവശ്യപ്പെടില്ല. സമാന ആരോപണങ്ങൾ UDF MLA-മാർ രാജിവെച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ നിലപാടെടുക്കുന്നത്. മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിക്കുകയാണ്. കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് മലയാള സിനിമാ മേഖലയിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ ശോഭിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മാധ്യമങ്ങൾ വലിയൊരു സംവിധാനത്തെ തകർക്കുകയാണ്. മുകേഷിന്റെ കാര്യം കോടതി തീരുമാനിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വിവാദങ്ങൾ മാധ്യമങ്ങളുടെ തീറ്റയാണെന്നും ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയാണ് എന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. ആടിനെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുക മാത്രം സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ വഴിതെറ്റിച്ചു വിടുകയാണ് മാധ്യമങ്ങളെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. നടൻ മുകേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ നിസാരവൽക്കരിച്ച കേന്ദ്രമന്ത്രിയും സുരേഷ് ഗോപിയുടെ നിലപാടിനെ തള്ളി കെ സുരേന്ദ്രൻ. ചലച്ചിത്ര നടൻ എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് അഭിപ്രായം പറയാമെന്നും BJPയുടെ നിലപാട് പാർട്ടി നേതൃത്വം പറയുന്നതാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. മുകേഷ് രാജിവെക്കണം എന്ന് തന്നെയാണ് BJP നിലപാടെന്നും സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.